നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വളരെ വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ഇടുക്കി പനംകുട്ടിക്ക് സമീപം KSRTCയുടെ ഉല്ലാസയാത്രാ ബസ് നിയന്ത്രണം വിട്ട് അപകടം. 16 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് ഉല്ലാസയാത്രയ്ക്കെത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, എപ്പോഴായിരുന്നു അപകടം? ഈ 3 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? 36 പേരും 2 കുട്ടികളും അടങ്ങുന്ന സംഘമാണ് പയ്യന്നൂരിൽ നിന്ന് ഗവിയിലേക്കും ഗവിയിൽ നിന്ന് ഇടുക്കി രാമക്കൽമേടിലേക്കുമുള്ള ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. രാമക്കൽമേടിലെ ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്കാണ് പനംകുട്ടിക്ക് സമീപം ഈ അപകടമുണ്ടായത്. പനംകുട്ടി എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്ന് കോതമംഗലം വഴി പോകുന്ന പാതയാണ്. ഇതിൽ പനംകുട്ടിക്ക് സമീപത്ത് വെച്ച് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ഉടനെ തന്നെ അടുത്തുള്ളൊരു തിട്ടിൽ വണ്ടി ഇടിച്ചു നിർത്തുകയാണ് ഡ്രൈവർ ചെയ്തത്. ഈ സമയത്താണ് ബസ് യാത്രക്കാരായിട്ടുള്ളവർക്ക് പരിക്കേറ്റത്. ഒരുപക്ഷെ ഈ തിട്ടിൽ ഇടിച്ചു നിർത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കൊക്കയിലേക്ക് ആളുകൾ പതിച്ചേനെ എന്നുള്ളതാണ് ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് പറയാൻ കഴിഞ്ഞത്. ഏതായാലും പരിക്കേറ്റിരിക്കുന്നത് 16 പേർക്കാണ്. 16 പേരിൽ 10 പേരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും 6 പേരെ അടിമാലിയിലുള്ള മോർണിംഗ് സ്റ്റാർ എന്ന ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. തലയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കുറെ കൂടി സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക്, കഴിയുമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോതമംഗലത്തുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ മാറ്റും എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8:30 കൂടിയാണ് അപകടമുണ്ടായത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അടിമാലിയിലേക്കും സാമാന്യം നല്ല ദൂരമുണ്ട്. അതായത് അടിമാലിയിൽ നിന്ന് കുമളിയിലേക്കുള്ള ഒരു പാതയാണ്. ആ പാതയിലൂടെയാണ് ഇവരെ കൊണ്ടുവരേണ്ടത്. വളവും തിരിവുള്ളത് ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും അല്പസമയമെടുത്താണ് ഇവരവിടെ എത്തിച്ചത്. എന്താണെങ്കിലും പ്രാഥമിക ചികിത്സ നൽകി ബാക്കിയുള്ളവരുടെ നില ഭദ്രമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ചികിത്സ നൽകിയും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് നീക്കാനാണ് നിലവിൽ സംവിധാനം ഒരുക്കുന്നത്. മറ്റുള്ളവരെ പരിക്ക് സാരമല്ലാത്തവരുടെ പരിക്ക് മാറ്റി പരിഹരിച്ച് ഉടൻ തന്നെ അടുത്ത വാഹനത്തിൽ ഇവരെ സ്വദേശത്തേക്ക് എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതായാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. പയ്യന്നൂരിൽ നിന്നും ഇടുക്കിയിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് എത്തിയ ബസ്സാണ്, KSRTCയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരുടെ നില, പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. വീണ്ടും കായിക വാർത്തയിലേക്ക്. ഏഷ്യ കപ്പ് വാർത്തയിലേക്കാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ തകർന്നടിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ. 110 റൺസ് എടുക്കുന്നതിനിടയിൽ 9 വിക്കറ്റ് പാകിസ്ഥാൻ നഷ്ടമായെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്ഡേറ്റുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, തകർന്നടിഞ്ഞു പാകിസ്ഥാൻ. വിക്കറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി പോകുമ്പോൾ ഇപ്പോൾ 3 അക്കം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ആരാണ് പാകിസ്ഥാൻ ആ രീതിയിൽ കരകയറ്റിയത്, അല്ലെങ്കിൽ 100 റൺസ് കടത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അറിയേണ്ടത് മറുപടി ബാറ്റിംഗിൽ ഈ പിച്ച് അത് ഇന്ത്യക്ക് അനുകൂലമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ദുബായിലെ സ്റ്റേഡിയത്തിലെ പിച്ച് റിപ്പോർട്ട് എന്താണ്? പ്രജനൻ, നീ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിഞ്ഞ കാഴ്ചയാണ് ആദ്യ ഇന്നിംഗ്സിൽ കാണാൻ കഴിയുന്നത്. ഇനി 1 ഓവർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺസ് എന്നുള്ളതാണ്. ഇനിയുള്ള 5 പന്തിൽ പാകിസ്ഥാന്, അതായത് 1 പന്ത് കൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, അതായത് ഇനി 5 പന്തിൽ പാകിസ്ഥാന് പരമാവധി എത്ര റൺസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 120 എത്തിച്ചാൽ മാത്രമാണ് അവർക്ക് ഒരു റണ്ണേ ബോൾ എന്ന തരത്തിലെങ്കിലും ഒന്ന് പൊരുതി നിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിന് പോലും സാധിക്കുന്ന കാര്യം വളരെ കഷ്ടമാണ്. ഇന്നും കളിയുടെ ഗതി നിർണ്ണയിച്ചത് സ്പിന്നർമാരാണ്. കുൽദീപ് യാദവ് 4 ഓവറിൽ 3 വിക്കറ്റ്, 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ 18 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ വരുൺ ചക്രവർത്തി 1, ഹാർദിക് പാണ്ഡ്യ 1, ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മയ്ക്ക് മാത്രമാണ് വിക്കറ്റ് കിട്ടാത്തത്. അഭിഷേക് ശർമ്മ 1 ഓവറിൽ 5 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. എന്തായാലും ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞ കാഴ്ചയാണത്. 117 റൺസിന് 9 വിക്കറ്റ് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നില. എന്തായാലും പാകിസ്ഥാന് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്കെതിരെ ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല. ആദ്യ പന്തിൽ തന്നെ അവർക്ക് വിക്കറ്റ് നഷ്ടമായി. അവിടെ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാന് ഓരോ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ കനത്ത പ്രഹരം നൽകുകയായിരുന്നു. പ്രജിൻ ചോദിച്ച പോലെ തന്നെ ഫർഹാൻ, ആ ഒരു ഒറ്റ ബാറ്ററുടെ ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് പാകിസ്ഥാനെ 100 കടത്തിയത് പോലും. ഫർഹാൻ 44 പന്തിൽ 40 റൺസ് എടുത്തു. ഒടുവിൽ ഷഹീൻ ഷാ അഫ്രീദി കൂടി ഇപ്പോൾ ചെറിയ രീതിയിൽ പോരാട്ടം നയിക്കുന്നുണ്ട്. 12 പന്തിൽ 23 റൺസുമായി ഷഹീൻ ഷാ അഫ്രീദി ക്രീസിലുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഇനി ഏക ഒരു
കാര്യമുള്ളത്. അനിൽ, ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് തുടരെ സിക്സുകൾ പായിക്കുന്നു പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ 2 സിക്സർ കൂടി ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യക്കെതിരെ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഇപ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്കോർ എന്നുള്ളത്. ഷഹീൻ ഷാ അഫ്രീദി തന്നെയാണ് വലിയ പ്രഹരം ഹാർദിക് പാണ്ഡ്യയ്ക്ക് മേൽ നിൽക്കുന്നത്. അതൊരു ഡിഫൻഡബിൾ സ്കോർ ആണോ പാകിസ്ഥാൻ? ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്റ്റേഡിയത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ വെച്ച് ഇപ്പം മറുപടി ബാറ്റിംഗ് അത് ഈ പറയുന്ന 120-130 റൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോറാണോ പാകിസ്ഥാൻ? ഒരിക്കലും അല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു ഫോർമിഡബിൾ ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ്, അത് വൈഡ് വെറൈറ്റി ഓഫ് ബാറ്റേഴ്സ്, ഏത് സാഹചര്യത്തിനനുസരിച്ചും കളിക്കാൻ പറ്റുന്ന ബാറ്റേഴ്സ് ഉള്ള ഒരു ഇന്ത്യൻ ടീമിനെതിരെ പാകിസ്ഥാൻ ഈ സ്കോർ അത് പ്രതിരോധിക്കുക എന്നുള്ളത് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും തന്നെ സാധ്യമല്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കളി ക്രിക്കറ്റാണ്. പാകിസ്ഥാൻ്റെ സ്പിന്നേഴ്സും ഇതുപോലെ വളരെ വലിയ അത്ഭുത പ്രവർത്തികൾ കാഴ്ചവെച്ചാൽ ഇന്ത്യക്ക് ഒരു പക്ഷേ പ്രതിസന്ധി നേരിട്ടേക്കാം. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ബാറ്റിംഗ് കരുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അത് വലിയ സ്വപ്നം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ 4ാം പന്തും പൂർത്തിയായിരിക്കുകയാണ്. 19.4 ഓവറിൽ 123-9 എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നില. അവർക്ക് ഇനി 2 പന്തിൽ പരമാവധി എത്ര റൺസ് 130 കടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഷഹീൻ ഷാ അഫ്രീദി അദ്ദേഹം 4 സിക്സറടക്കം 14 പന്തിൽ 29 റൺസ്. ആ വാലറ്റത്തെ കൂറ്റനടികളാണ് ഇപ്പോൾ പാകിസ്ഥാന് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. 100 കടത്തിയത്. നേരത്തെ ഫർഹാനാണ് 40 റൺസുമായി അവരുടെ കൂട്ടത്തകർച്ച, അല്ലെങ്കിൽ ഓപ്പണിംഗ് ആദ്യ പകുതിയിലെ ആദ്യ ബാറ്റർമാരുടെ കൂട്ടത്തകർച്ച ഒഴിവാക്കിയത്. അതിനുശേഷം ഷഹീൻ ഷാ അഫ്രീദി വരുന്നു. ഇതാ ഇപ്പോൾ ഇല്ല, അതൊരു ക്യാച്ച് നഷ്ടമാണ്. അതായത് ഷഹീൻ ഷാ അഫ്രീദി മറ്റൊരു കൂറ്റനടിക്ക് ശ്രമിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ. പക്ഷേ തിലക് വർമ്മ അസാധ്യമായ, അല്ലെങ്കിൽ വളരെ ഗംഭീരമായ ഒരു എഫേർട്ടായിരുന്നു. പക്ഷേ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല. ഇനി ഒറ്റ പന്ത് മാത്രമാണ് ബാക്കിയുള്ളത്. 125 റൺസിന് 9 വിക്കറ്റ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നിലവിലെ അവസ്ഥ എന്നുള്ളത്. ഷഹീൻ ഷാ അഫ്രീദിക്ക് എന്തായാലും ബാറ്റിങ്ങിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് എന്നും ഭീഷണിയായിട്ടുള്ള, ഇന്ത്യക്ക് എന്നും തലവേദനയായിട്ടുള്ള ഒരു താരമാണ് ബൗളിങ്ങിൽ ഷഹീൻ ഷാ അഫ്രീദി. ഇനി രക്ഷയ്ക്കെത്തുമോ ബൗളിങ്ങിലും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നല്ല രീതിയിൽ കളിക്കുമെന്നും ഇന്ത്യക്ക് അനായാസ ജയം സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ വലിയ പാടുകൂടാതെ ജയിക്കാൻ പറ്റുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാ ഓവർ പൂർത്തിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ അവസാന പന്തിൽ 2 റൺസ് കൂടി നേടി അവരുടെ സ്കോർ 127 റൺസ് എന്നുള്ളതാണ് ആക്കി മാറ്റിയിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് വിജയലക്ഷ്യം 128 റൺസ് എന്നുള്ളതാണ്. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് പാകിസ്ഥാൻ 127 റൺസ് എടുത്തിരിക്കുന്നത്. അവരതിനെ സഹായിച്ചത് 40 റൺസ് എടുത്ത ഫർഹാനും ഒപ്പം തന്നെ അവസാന ഓവറുകളിൽ ആളിക്കത്തിയ ഷഹീൻ ഷാ അഫ്രീദിയും ചേർന്നാണ്. 16 പന്തിലാണ് 4 സിക്സർ അടക്കം ഷഹീൻ ഷാ അഫ്രീദി 33 റൺസ് നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ബൗളിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ കുൽദീപ് യാദവാണ് ടോപ്പ് വിക്കറ്റ് ടേക്കർ, 3 വിക്കറ്റ്. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹമായിരുന്നു ടോപ്പ് വിക്കറ്റ് ടേക്കർ. അക്സർ പട്ടേലിലും ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റും നേടിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം, 128 റൺസ്. അതാണ് ഒരു ഈസി ഗെറ്റബിൾ ടാർഗറ്റ് ആണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. 128 റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം. അത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങുമ്പോൾ ഏത് ഓർഡറിലായിരിക്കും സഞ്ജു ഇറങ്ങുക എന്നൊരു ആകാംക്ഷ നമ്മൾ മലയാളികൾക്കുമുണ്ട്. കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. മറ്റു റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ലൈംഗിക ആരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കുട്ടത്തിൽ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല. സമ്മേളനത്തിൽ പങ്കെടുത്താൽ അത് തിരിച്ചടിയായേക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ അറിയിച്ചു. സഭയ്ക്കുള്ളിൽ രാഹുലിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനിടെ പ്രതികരിച്ചു. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതിൽ സസ്പെൻസ് തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇക്കാര്യം അടുപ്പമുള്ള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പു നൽകി. രാഹുൽ വിഷയം സഭയിൽ ഉന്നയിച്ചാൽ ഭരണപക്ഷത്തെ പീഡനക്കേസ് പ്രതികൾക്കെതിരെയുള്ള FIR വായിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെയോ പാർലമെന്ററി പാർട്ടിയുടെയോ ഭാഗമല്ല ആണല്ലോ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഇക്കാര്യത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തല കുനിച്ച് പിണറായി വിജയനെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ റേപ്പ് കേസിലെ പ്രതികരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ച പ്രതിപക്ഷത്തിന്റെ കത്ത് ലഭിച്ചെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുലിന് നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണമെന്നാണ്. അതിനിടെ സൈബർ അണികൾക്കിടയിലും വിഷയത്തിൽ പോര് തുടരുകയാണ്. ആരോപണങ്ങളിൽ വ്യക്തത വരുത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. രാഹുൽ പാലക്കാട് MLA ആണെന്നാണ് അനുകൂലികളുടെ മറുപടി. 24 തിരുവനന്തപുരം.
നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് സജീവമാകും. പോലീസ് അതിക്രമങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് നിയമസഭയിൽ മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമം, വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന ഭേദഗതി ബിൽ തുടങ്ങിയവ ഈ സഭാ സമ്മേളനത്തിൽ ചർച്ചയാകും. സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് വിഷയങ്ങൾ കൂടുതലായി ഉണ്ടാവുക. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വടികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ തുറുപ്പ് ചീട്ട്. പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഉയർത്തിക്കാട്ടി നിയമസഭയിൽ സർക്കാരിനെ പ്രതിപക്ഷം കടന്നാക്രമിക്കും. നിരവധി കേസുകൾ കേരളത്തിലെ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പോലീസിന്റെ ചുമതലയുള്ള മന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മറുപടിയില്ല. ആ മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ ഉറപ്പായി ഇതിന് മറുപടി പറയിപ്പിക്കും. പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പ്രതികരിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അയ്യപ്പ സംഗമവും തൃശൂരിലെ ശബ്ദരേഖാ വിവാദവും സഭയിൽ ചർച്ചയാകും. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന നിയമഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ സഭയിലെത്തുന്നുണ്ട്. മനുഷ്യന് സംരക്ഷണം ഉറപ്പാക്കാനാണ് പുതിയ നിയമഭേദഗതിയെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രനും പ്രതികരിച്ചു. ഒക്ടോബർ 10 വരെ 3 സെഷനുകളിലായി 12 ദിവസമാണ് സഭ ചേരുക. 24 തിരുവനന്തപുരം. വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി CPIM നീക്കം. DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ CPIM തയ്യാറെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. പണം നൽകുന്നതുമായി കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്ന ആരോപണത്തിന് പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം NM വിജയന്റെ കുടുംബം പുറത്തുവിടുകയും ചെയ്തു. കോൺഗ്രസ് കൈയൊഴിഞ്ഞാൽ CPIM സഹായിക്കും. NM വിജയന്റെ കുടുംബാംഗങ്ങളെ ആശുപത്രിയിലെത്തി കണ്ട ശേഷമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രതികരണം. കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. കടം തീർക്കാനുള്ള പണം നൽകാമെന്ന കരാർ ലംഘിച്ച സാഹചര്യത്തിൽ ഇനി നേതൃത്വവുമായി ചർച്ചയില്ലെന്ന് NM വിജയന്റെ കുടുംബം. അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഒന്ന് ഈ വീട് വെക്കുന്ന സ്ഥലം, പിന്നെ ഒരു ഹൈല്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു, അത് തീർത്ത് തരും, പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ ഇപ്പോൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാണ്ടായി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. തർക്കം തുടരുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായുള്ള ശബ്ദ സംഭാഷണം കുടുംബം പുറത്തുവിട്ടു. കൽപ്പറ്റ MLA T. സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ലെന്നും പാലിക്കാൻ വേണ്ടിയാണ് കരാറെന്നും ശബ്ദ സംഭാഷണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ല എന്ന് ബോധ്യമാണെന്ന് കേട്ടാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നത്. KPCC നിർദ്ദേശപ്രകാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് NM വിജയന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയത്. പുറത്തുവന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. കുടുംബത്തോട് നീതി കാണിക്കണമെന്നാണ് താൻ നൽകിയ റിപ്പോർട്ടിൽ ഉള്ളതെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഇനി ആ റിപ്പോർട്ടിനകത്തെ വിവരം ഞാനായിട്ട് പുറത്തു പറയുന്നത് ശരിയല്ല. അത് പുറത്തു വരണമെങ്കിൽ ആ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട റിപ്പോർട്ട് ആ യഥാസ്ഥലത്ത് കൃത്യമായി എത്തിച്ചിട്ടുമുണ്ട്. അതേസമയം പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നാണ് ആത്മഹത്യ ചെയ്ത മുള്ളംകൊല്ലി വാർഡംഗം ജോസ് നെല്ലയിടത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. 24 വയനാട്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ചുകൊലപ്പെടുത്തിയ കാർ ഓടിച്ച പാറശാല SHOയ്ക്കെതിരെ നടപടി വരും. SHO P. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ SP ദക്ഷിണ മേഖല IGക്ക് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ സെപ്റ്റംബർ 7 പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വയോധികൻ മരിച്ചത്. അമിതവേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ച വാഹനം രാജനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയെന്നായിരുന്നു കിളിമാനൂർ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. പിന്നീട് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് വാഹനം പാറശാല SHO P. അനിൽകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. തന്റെ വാഹനമാണ് ഇടിച്ചതെന്നും ഇടിയേറ്റ് വീണയാൾ എഴുന്നേൽക്കുന്നത് കണ്ടെന്നും അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നുമാണ് അനിൽകുമാറിന്റെ മൊഴി. വാഹനം ഓടിച്ചത് SHO തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന തിരുവല്ലം ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു.
വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീതി വേണമെന്ന് മരിച്ച രാജന്റെ സഹോദരി ബേബി ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. അധികൃതർ അവഗണിക്കുന്നതായും കുടുംബം. പോലീസായിരുന്നാലും വേറെ ആരായിരുന്നാലും വന്ന് അത് തിരിച്ചു വന്ന് എവിടെയാണ് തട്ടല മുട്ടല ഉണ്ടാ നമുക്ക് ആശുപത്രി പോവാം എന്നൊരു വാക്ക് പറയാതെ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ ഇതൊരു പാവപ്പെട്ട ഒരു കൊച്ചായനെ കൊണ്ട് അവർക്ക് എന്തും ചെയ്തിട്ട് അങ്ങ് പോവാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. SHO അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് റൂറൽ SP ദക്ഷിണമേഖല IG നൽകിയ റിപ്പോർട്ട്. സൗത്ത് IG ആയിരിക്കും റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുക. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ സുരക്ഷാ സേനയും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കസ്റ്റഡിയിലെടുത്ത് 2 യുവാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുപിന്നാലെ മണിപ്പൂർ വീണ്ടും സംഘർഷത്തിലേക്ക് വീഴുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ എതിർത്ത ചില കുക്കി സംഘടനകൾ ചുരാചന്ദ്പൂരിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 2 പേരെ സന്ദർശനത്തിന് മുൻപ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേരെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് ആദ്യം ഒരു സംഘം യുവാക്കൾ ദേശീയഗാനം പാടി സുരക്ഷാ വാഹനത്തിനടുത്ത് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ തള്ളിമാറ്റിയും സുരക്ഷാ വാഹനങ്ങളിൽ പിടിച്ചുകയറിയും ബഹളം വച്ചു. ചിലർ സേനയ്ക്ക് നേരെ കല്ലെറിയുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി. 2 പക്ഷത്തെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി ഇന്നലെ കണ്ടിരുന്നു. എന്നാൽ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണം എന്ന നിലപാടിൽ കുക്കി സംഘടനകൾ ഉറച്ചുനിൽക്കുകയാണ്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീട് വെച്ച് നൽകുമെന്നും ഇവരെ സഹായിക്കാൻ 500 കോടി രൂപയുടെ പാക്കേജ് നടപ്പാക്കുമെന്നും മോദി ഇന്നലെ പറഞ്ഞിരുന്നു. വാഗ്ദാനങ്ങൾക്ക് പകരം ക്യാമ്പുകളിൽ ഉള്ളവരുടെ മടക്കം ഉറപ്പാക്കുകയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആക്രമണം. ദുർഗിലെ ഷിലോ പ്രയർ ടവറിലെത്തിയ അക്രമികൾ പാസ്റ്ററെ ഇരുമ്പ് വടി ഉപയോഗിച്ച് ആക്രമിച്ചു. ആക്രമണം നടത്തിയ ബജറംഗ് ദൾ പ്രവർത്തകരെ പോലീസ് സഹായിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. ദുർഗ് ജയിലിന് സമീപമുള്ള ഷിലോ പ്രയർ ടവറിന് നേരെയാണ് ആക്രമണം. 100ഓളം വരുന്ന അക്രമികൾ ആരാധനാലയത്തിലെത്തി മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. രാവിലെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയാണ് സംഭവം. ചർച്ച് അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അക്രമികൾ ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ പാസ്റ്റർ ജോൺ ജോനാഥന് ഗുരുതരമായി പരിക്കേറ്റു. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നും പോലീസ് അക്രമിക്കൊപ്പമെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. നാടിനെ ഞെട്ടിച്ച് പത്തനംതിട്ടയിൽ യുവദമ്പതികളുടെ ക്രൂരത. കോയിപ്പുറം ആന്താലി മണ്ണിൽ പകവീട്ടാൻ 2 യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ചു. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ സ്റ്റേപ്ലർ അടിച്ചും നഖത്തിനിടയിൽ മുട്ടുസൂചി കുത്തിയുമായിരുന്നു പീഡനമെന്ന് യുവാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ചലക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവർ അറസ്റ്റിലായി. രശ്മിയുമായി യുവാക്കൾ സെക്സ് ചാറ്റ് നടത്തിയതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ റാന്നി സ്വദേശികളും അടുത്ത ബന്ധുക്കളുമായ യുവാക്കളാണ് ഈ മാസം ആദ്യം വെവ്വേറെ ദിവസങ്ങളിൽ യുവദമ്പതികളുടെ ക്രൂരതകൾക്കിരയായത്. സൗഹൃദം നടിച്ച് യുവാക്കളെ വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരമർദ്ദനം. വീട്ടിലെത്തിച്ച ശേഷം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടും പോലെ അഭിനയിക്കാൻ ജയേഷ് നിർബന്ധിച്ചു. ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചു. പിന്നീട് കയർ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി. വാമൂടി ക്രൂരമർദ്ദനം. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ സ്റ്റേപ്ലർ അടിച്ചു. മുളക് സ്പ്രേ പ്രയോഗം. നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റി. 4 മണിയായപ്പോൾ ഇവിടെ ഞാൻ പോകുന്നത് കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ദേഷ്യം എന്താ പറയാ ഈ പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് പെട്ടെന്നൊരു മർദ്ദനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. തുടർന്ന് രശ്മി ഒരു ഷാൾ എടുത്തുകൊണ്ട് വന്നിട്ട് കൈ കെട്ടി കയറും കൂടെ കൂട്ടി കയറ്റി എന്നെ കെട്ടി തൂക്കി. പെപ്പർ സ്പ്രേയുടെ അടിച്ചാൽ നമുക്ക് എന്താ കുറ്റം സംഭവിക്കുന്നത് ഒന്നും കുറ്റം കിട്ടിയില്ല. ഇരു യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് ചെയ്തിരുന്നെന്നാണ് വിവരം. ഇത് ജയേഷ് മനസ്സിലാക്കി. പിന്നീട് ദമ്പതികൾ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. റോഡിലുപേക്ഷിച്ച റാന്നി സ്വദേശിയെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിലെത്തിച്ചത്. നാണക്കേട് കാരണം എന്താണ് സംഭവിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞില്ല. സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ പിടിയിലായത്. കൂടുതൽ പേരെ പീഡനത്തിന് ഇരയാക്കിയോ എന്നും ആഭിചാരക്രിയകൾ ചെയ്തോ എന്നും പരിശോധിക്കും. ജസ്റ്റ് സീൻ വിസിറ്റ് ചെയ്തു. സീനെല്ലാം ഒന്ന് ഗാർഡ് ചെയ്യുക. ബാക്കി നടപടികളിലേക്ക് പോകുന്നുണ്ട്. ആറന്മുളയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടവർ അവരുടെ നടപടികൾ ഉണ്ട്. ആ നടപടികൾക്ക് ശേഷം കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ആലപ്പുഴ സ്വദേശിയുടെ ഐഫോണും റാന്നി സ്വദേശിയുടെ പണവും മോഷ്ടിച്ചു. ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
ആകെ മൊത്തത്തിൽ ദുരൂഹതയാണ്. ചുരുളഴിക്കാൻ ഇനിയും പരിശോധനകൾ വേണമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഒപ്പം കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്ന കാര്യവും വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിലപാട് മാറ്റാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2013 ഡോക്ടേഴ്സ് നടത്തിയ പഠന റിപ്പോർട്ട് സർക്കാരിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ പഠന റിപ്പോർട്ടെന്ന് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് 2018 ഗവേഷണ പ്രബന്ധമെന്നാണ് കണ്ടെത്തൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 26 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. കിണർവെള്ളത്തിൽ നിന്ന് കോർണിയ അൾസർ പിടിപെട്ടെന്ന് 2013 തന്നെ കണ്ടെത്തിയിരുന്നു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ പഠന റിപ്പോർട്ട് പങ്കുവച്ചായിരുന്നു മന്ത്രിയുടെ വാദം. കോർണിയ അൾസറിന് കാരണം അമീബയാണെന്ന് കണ്ടെത്തിയിട്ടും അന്നത്തെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന വിമർശനവും മന്ത്രി ഉയർത്തിയിരുന്നു. എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കമന്റുമായി നിരവധി പേരെത്തി. മന്ത്രി ചൂണ്ടിക്കാട്ടിയ ഗവേഷണ പ്രബന്ധം 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രസിദ്ധീകരിച്ചതെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രിയുടെ പുതിയ പോസ്റ്റ്. പഠന റിപ്പോർട്ട് 2013 തന്നെയാണെന്നും 2018 സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത റിപ്പോർട്ടാണിതെന്നും മന്ത്രിയുടെ വാദം. അതേസമയം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം 66 പേർക്ക് ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 17 പേരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് 17-കാരന് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി. 24 തിരുവനന്തപുരം. MLA-യുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ MC റോഡ് പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ടാറിംഗ് പുരോഗമിക്കുന്നതിനിടെ മാത്യു കുഴൽനാടൻ MLA-യുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തിയത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകത്തിന് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നു എന്ന് കാണിച്ച് CPIM മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ പകപോക്കാൻ SIയെ കരുവാക്കിയെന്നാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ പ്രതികരണം. മാസങ്ങൾ നീണ്ട ഗതാഗതക്കുരുക്കിനൊടുവിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയതിന്റെ ഭാഗമായായിരുന്നു ഉദ്ഘാടനം. MLA മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് SI KP സിദ്ദിഖിനോട് ഉദ്ഘാടനം നടത്താൻ ആവശ്യപ്പെട്ടു. ഉദ്ഘാടനം വിവാദമായതിനു പിന്നാലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് കാരണം. തിരഞ്ഞെടുപ്പെടുത്ത സമയത്ത് MLA നടത്തിയ രാഷ്ട്രീയ നാടകത്തിന് പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നെന്നാണ് CPIM-ന്റെ ആരോപണം. ഒരു സ്ഥലത്ത് തന്റെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും തൻ്റെ ബലഹീനതയും തൻ്റെ പോരായ്മയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തിയ മാത്യു കുഴൽനാടൻ്റെ MLA ഫണ്ടല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രഹസന പരിപാടികൾ MLA-യുടെ നേതൃത്വത്തിൽ അവസാനിപ്പിക്കണം. ഇവിടെ വികസനമാണ് വേണ്ടത്, പ്രഹസനമല്ല എന്നാണ് MLA-യോട് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ വൻ ഗതാഗതക്കുരുക്കുള്ള മൂവാറ്റുപുഴ നഗരത്തെ കൃത്യമായി നിയന്ത്രിച്ച ഉദ്യോഗസ്ഥർക്കുള്ള ആദരമായിരുന്നു നടപടിയെന്നാണ് MLA-യുടെ വാദം. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എനിക്കെതിരെ ചെയ്യുന്നതിന്, എന്നെ വേട്ടയാടുന്നതിന്, അല്ലെങ്കിൽ എന്നെ രാഷ്ട്രീയപരമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് എതിർക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു മാന്യതയും മര്യാദ. എന്തിന് വെറുതെ നല്ലൊരു ഉദ്യോഗസ്ഥന് വെറുതെ ഇതിന്റെ പേരിൽ ബലിയാടാക്കി. നഗരസൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. 24 ഇടുക്കി. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KT ജലീൽ MLA-യും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിൽ ഇന്നും വാക്പോര്. KT ജലീലിനെ വിജിലൻസ് അന്വേഷണം നേരിടാൻ PK ഫിറോസ് വെല്ലുവിളിച്ചു. 1001 വട്ടം തയ്യാറാണെന്ന് KT ജലീലും തിരിച്ചടിച്ചു. മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി വാങ്ങിയതിൽ യഥാർത്ഥ ഉടമകൾക്ക് ചെറിയ വില നൽകി സർക്കാരിന് വലിയ വിലയ്ക്ക് ജലീലിന്റെ ആളുകൾ മറച്ചുവിറ്റു എന്നതാണ് PK ഫിറോസിന്റെ ആരോപണം. ഇങ്ങനെ നടന്ന അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറുണ്ടോവെന്ന് PK ഫിറോസ് KT ജലീലിനെ വെല്ലുവിളിച്ചു. ഇതിനകത്ത് ജലീൽ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ, ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ, അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും. ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ KT ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വൈകിട്ട് KT ജലീലിന്റെ മറുപടി, വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറാണ്. മുസ്ലിം ലീഗ് നിയമസഭയിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കേണ്ടത്. ഫിറോസിനെ പോലെയുള്ള ഏഴാം കൂലികളെയല്ല വിടേണ്ടതെന്നും പരിഹാസം. 1001 വട്ടം ഏതന്വേഷണമായാലും അതിലൊന്നും ഒരു ഭയവും ഇല്ല. മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ഇത് ഏറ്റെടുക്കട്ടെ. ഫിറോസ് എന്ന് പറയുന്ന ഏഴാം കൂലിയെ അല്ല,
ഈ കാര്യം ഏൽപ്പിക്കേണ്ടത്. മുതിർന്ന നേതാക്കൾ ആരും അഭിപ്രായം പറയാൻ തക്ക യോഗ്യത ഈ പ്രശ്നങ്ങൾക്കില്ലേ? കെ ടി ജലീൽ വിഷയം ഏറ്റെടുക്കാതെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഫിറോസ് വളരെ വ്യക്തവും രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഫിറോസിന് മറുപടി അറിയുന്നുണ്ട്. അത് മതി. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫിറോസിന്റെ മതി. ഫിറോസ് മറുപടി പറയട്ടെ. ഫിറോസിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ഇരു നേതാക്കളും പോരടിക്കുമ്പോൾ കരുതലോടെ ആവേശം കുറച്ചാണ് മുസ്ലിം ലീഗിന്റെയും CPIM-ന്റെയും പ്രതികരണം. 24 മലപ്പുറം. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസം ശബരിമലയിൽ ഭക്തർക്ക് കടുത്ത നിയന്ത്രണം. അയ്യപ്പ സംഗമ ദിവസത്തിലെ വെർച്വൽ ക്യൂ സ്ലോട്ട് ബുക്ക് ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമ ദിവസത്തിലെ വെർച്വൽ ക്യൂ സ്ലോട്ട് ബ്ലോക്ക് ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 19, 20 തീയതികളിലെ ബുക്കിംഗ് ആണ് ബ്ലോക്ക് ചെയ്തത്. അയ്യപ്പ സംഗമ ദിവസത്തിൽ സാധാരണ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് ദേവസ്വം ബോർഡിന്റെ ഈ നീക്കം. അതിനിടെ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും എത്തി. മാസപൂജയ്ക്കായി 16 മുതൽ 21 വരെയാണ് ശബരിമല നട തുറക്കുന്നത്. ഈ ദിവസങ്ങളിൽ സാധാരണ 50,000 വരെയാണ് വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ അനുവദിക്കുക. എന്നാൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 19, 20 തീയതികളിലെ ബുക്കിംഗ് ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തു. ഈ 2 ദിവസങ്ങളിലും 10,000-ഓളം ഭക്തർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചത്. അയ്യപ്പ സംഗമത്തിനെത്തുന്ന VIP പ്രതിനിധികൾക്കുൾപ്പെടെ ദർശനം അനുവദിക്കാനാണ് ഈ നീക്കം. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സാധാരണ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് മറികടന്നാണ് ഭക്തർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിനിടെ അയ്യപ്പ സംഗമത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി നൽകി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടി വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. 24 തിരുവനന്തപുരം. തെരുവീഥികളെ അമ്പാടികളാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും. സംസ്ഥാനത്തിന്റെ ഗ്രാമ നഗര മേഖലകളിലെല്ലാം വർണ്ണാഭമായ ശോഭായാത്രകൾ നടന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഇന്ന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട ഒരുക്കം. വൈകിട്ട് 4 മണിയോടെ നാടും നഗരവും കീഴടക്കാൻ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഇറങ്ങി. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, കാൽത്തളക്കിലുക്കി, ഓടക്കുഴലൂതി ആയിരക്കണക്കിന് കണ്ണന്മാർ. ഉണ്ണിക്കണ്ണന്മാർക്കൊപ്പം ശ്രീകൃഷ്ണന്മാരും രാധമാരുമെല്ലാം ഒരുങ്ങിയിറങ്ങി. ഗുരുവായൂരും അമ്പലപ്പുഴയും തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളും നടന്നു. ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിൽ ഇനിയൊരു ഇടവേളയാണ്. അതിന് മുൻപ് ഇപ്പോൾ ഏഷ്യ കപ്പ് അപ്ഡേറ്റ് തരുന്നു. നമുക്ക് അത്ര സന്തോഷമല്ലാത്തൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു. ഒരു വിക്കറ്റിന് 26 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ മറുപടി ബാറ്റിംഗിലുള്ളത്. ശുഭ്മാൻ ഗില്ലാണ് പുറത്തായത് എന്നാണ് മനസ്സിലാക്കുന്നത്. 10 റൺസിനാണ് ഗില്ല് ഔട്ടായത്. എന്നാൽ നിലവിൽ 2 ഓവർ കഴിഞ്ഞിരിക്കുന്നു. 3-ാം ഓവറിലെ 2-ാം പന്ത് എറിയുകയാണ്. ഇപ്പോൾ 26 റൺസിന് ഒരു വിക്കറ്റിന് 26 റൺസ് നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഏഷ്യ കപ്പ് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ തകർത്തടിക്കുകയാണ്. അവിടെ അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. 23 റൺസ് 9 പന്തിൽ നിന്ന് എടുത്ത് അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്കോർ ഇങ്ങനെയാണ്. 3 ഓവർ പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 33 റൺസ് എടുത്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇപ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ഇപ്പോൾ ക്രീസിൽ എത്തിക്കഴിഞ്ഞു. അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഖത്തർ പ്രധാനമന്ത്രി. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. പലസ്തീൻ ജനതയ്ക്കുമേൽ നടത്തുന്ന വംശഹത്യ വിജയിക്കില്ലെന്നും ഇന്ന് നടന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. ഖത്തറിനുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ കടുത്ത നിലപാടുകളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സെപ്റ്റംബർ 9-ന് ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.
പലസ്തീൻ ജനതയ്ക്ക് മുകളിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ വിജയിക്കില്ലെന്ന് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തണമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കണ്ടില്ലെന്നു നടിക്കുന്നതിലൂടെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചു. അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിന് തിരിച്ചടി നൽകുമോ എന്നറിയാനാണ് ഉച്ചകോടിയിലേക്ക് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംഘടിതമായ നീക്കത്തിന്റെ സൂചനകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. നാളെ നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യമന്ത്രിമാരുടെ തയ്യാറെടുപ്പ് സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് നാളെ ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയത്തിന്റെ ഉള്ളടക്കമാണ് സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇന്റർനാഷണൽ ഡെസ്ക് 24. തൃശൂരിൽ നിവേദനം നൽകാനെത്തിയ വയോധികനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടക്കി അയച്ച സംഭവം വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിയുടെ സമീപനം തനിക്കേറെ പ്രയാസമുണ്ടാക്കിയെന്ന് തയ്യാട്ട് കൊച്ചുവേലായുധൻ പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടെ കലുങ്ക് വികസന സൗഹാർദ്ദ സംവാദത്തിനിടെയായിരുന്നു ഈ സംഭവം. രണ്ടു വർഷം മുൻപ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായവും തേടിയാണ് സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രിയുടെ അടുത്ത് കൊച്ചുവേലായുധൻ അപേക്ഷയുമായി എത്തിയത്. അതൊന്നും ഒരു MP-യുടെ ജോലിയേയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇങ്ങനെയൊരു മറുപടി പ്രതീക്ഷിച്ചില്ലെന്നും ഏറെ പ്രയാസമുണ്ടാക്കിയെന്നും കൊച്ചുവേലായുധൻ. എനിക്ക് വളരെ വിഷമമായി. നമ്മൾ ഒരു ആവശ്യത്തിന് അത് മേടിച്ച് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് മേടിക്കുകയും കൂടി ചെയ്തില്ല. അപ്പോൾ അത് മേടിക്കേണ്ട കാര്യമില്ല എന്നറിയാം. പ്രാദേശിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ആവിഷ്കരിച്ചിരുന്ന വേദിയാണ് കലുങ്ക് വികസന സൗഹാർദ്ദ സംവാദം. സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ CPIM രംഗത്തെത്തി. കേന്ദ്രമന്ത്രി ജനങ്ങളെ അവഹേളിക്കുന്നുവെന്നാണ് ആരോപണം. 24 തൃശൂർ. ഏഷ്യ കപ്പ് അപ്ഡേറ്റ് വരുന്നു. വീണ്ടും ഒരു വിക്കറ്റ് കൂടി ഇന്ത്യക്ക് നഷ്ടമാകുന്നു എന്ന സങ്കടപ്പെടുന്ന വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. 2 വിക്കറ്റിന് 41 റൺസ് എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നില. അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന അഭിഷേക് ശർമ്മ ഇപ്പോൾ പുറത്തായിരിക്കുന്നു. 13 പന്തിൽ നിന്ന് 31 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നിലവിൽ സൂര്യകുമാർ യാദവാണ് മറ്റിടത്ത് ബാറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 98 പന്തിൽ നിന്ന് ഇന്ത്യക്ക് ജയിക്കാൻ 87 റൺസാണ് ആവശ്യമായി ഉള്ളത്. നൈജീരിയ ലഹരി മാഫിയ സംഘത്തിന്റെ ലക്ഷ്യം കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും. നേപ്പാൾ, മിസോറാം ലഹരി സംഘവും കണ്ണിയിലുണ്ട്. കേസിലെ പ്രതിയായ മലയാളി മുഹമ്മദ് സിറാജിന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളെത്തിയെന്നും പോലീസ് കണ്ടെത്തി. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിന്റെ ശൃംഖലയിൽ കണ്ണികളായി നേപ്പാൾ, കേരള, മിസോറാം ലഹരി മാഫിയ സംഘങ്ങൾ ഉള്ളതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേരള പോലീസും ഹരിയാന പോലീസും അന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറി. ഹരിയാന പോലീസ് കണ്ടെത്തിയത് നിർണായകമായ ചില വിവരങ്ങളാണ്. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിലെ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. നൈജീരിയൻ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച നേപ്പാൾ ലഹരി മാഫിയ സംഘത്തിന്റെ തലവന്മാരിൽ ഒരാളായ ബിമൽ പാണ്ഡി, മിസോറാമിലെ ലാൽ കട്ടോരി എന്നിവരെ ഹരിയാന പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരികയാണ്. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് നൈജീരിയൻ സംഘത്തിന്റെ ലക്ഷ്യകേന്ദ്രങ്ങൾ. നൈജീരിയൻ വിഘടനവാദികൾ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ലഹരിയിലൂടെ നടത്തുക എന്ന ലക്ഷ്യമിട്ടു എന്നുള്ള സംശയവും അന്വേഷണ സംഘങ്ങൾക്കുണ്ട്. കേരള പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത മലപ്പുറം സ്വദേശി മുഹമ്മദ് സിറാജിന് പല തവണകളിലായി ലഹരി ഇടപാടിലൂടെ ലക്ഷങ്ങൾ അക്കൗണ്ടിലൂടെ മാത്രം എത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെലിഫോൺ പരിശോധനയിലൂടെ ലഭിച്ച ശബ്ദശകലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ കൂടുതൽ പേരെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ 7ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ലഹരിക്കടിപ്പെട്ട 18-കാരനെ പറ്റിയുള്ള 24 റിപ്പോർട്ടിൽ വിമുക്തിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായി. സർവ്വസന്നാഹവും ഉപയോഗിച്ച് സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു.
ജ്യോതിർഗമയ ബോധവത്കരണ പരിപാടിക്കായി പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഈണം പകർന്ന അവതരണ ഗാനത്തോടെയായിരുന്നു ഈ ആഴ്ചയിലെ തുടക്കം. സംസ്ഥാനത്ത് ലഹരിവേട്ട ശക്തമാക്കിയതായി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി എത്തിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്ന് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞു. കിട്ടിയ പരാതികളിനെ വെച്ചിട്ടാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസിന്റെ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആ പരാതിയിലെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ലഹരിക്കടിപ്പെട്ട 18-കാരനെ പറ്റിയുള്ള 24 റിപ്പോർട്ടിനെ തുടർന്ന് വിമുക്തിയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷിന്റെ ഇടപെടലുണ്ടായി. വളരെ വേഗത്തിലായിരുന്നു തുടർ നടപടികൾ. ഇത് 24 ബോധവത്കരണ പരിപാടി ജ്യോതിർഗമയുടെ സാമൂഹ്യ പ്രസക്തി ഊട്ടിയുറപ്പിക്കുന്നതായി. സൈക്കോളജിക്കൽ കൗൺസിലറായ നീത ഫ്രാൻസിസ് ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രശ്നങ്ങളും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതികളെപ്പറ്റിയും സംസാരിച്ചു. കുട്ടിക്ക് 18 വയസ്സായി. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകാനുള്ള ഒരു പ്രായത്തിലേക്കാണ് കുട്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് തന്നെ സ്വയമായിട്ടും ഇതിൽ നോക്കാൻ പറ്റും. അങ്ങനത്തെ കൗൺസിലിംഗ് ആ രീതിയിൽ നമുക്ക് പേഴ്സണൽ ലെവലിലും ഈ കൗൺസിലിംഗ് കൊണ്ട് കുട്ടീനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ശേഷം ലഹരി വിരുദ്ധ പ്രചാരണത്തിനിറങ്ങിയവരും മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും സംഗീതം കൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന അദ്വൈത് എന്ന വിദ്യാർത്ഥിയും ഈ ആഴ്ച ജ്യോതിർഗമയുടെ ഭാഗമായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോളേജുകളിൽ നടന്ന ലഹരിവിരുദ്ധ പരിപാടികളും എക്സൈസ് സംസ്ഥാനത്ത് നടത്തിയ റെയ്ഡുകളുടെ വിവരങ്ങളും ജ്യോതിർഗമയിൽ പങ്കുവയ്ക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. വാർത്താമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ അലക്സ് റാമഹൂദ് പങ്കുവയ്ക്കുന്ന തിരുവനന്തപുരത്ത് നിന്നും. BJP സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചു എന്നാണ് വാർത്ത. 163 അംഗ BJP സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. വി മുരളീധരൻ പക്ഷത്തിലെ പ്രമുഖ നേതാക്കളായ നാരായണൻ നമ്പൂതിരി, സി ശിവൻകുട്ടി, പി രഘുനാഥ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ അനുബന്ധമായി വരുന്നുണ്ട്. അലക്സ് റാമഹൂദ് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. 163 അംഗ BJP സംസ്ഥാന കമ്മിറ്റിയെയാണ് ഇപ്പോൾ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരവാഹി പട്ടികയിൽ നിന്ന് തഴഞ്ഞ പ്രമുഖ നേതാക്കളെ നാഷണൽ കൗൺസിലിലേക്ക് പരിഗണിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഭാരവാഹി പട്ടിക നേരത്തെ വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായിരുന്നു, ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു, അത് വിവാദമായിരുന്നു. പിന്നാലെ ഇപ്പോൾ നാഷണൽ കൗൺസിലേക്ക് അത്തരം നേതാക്കളെ, അന്ന് തഴഞ്ഞ നേതാക്കളെ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും പിന്നീട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്കാണ് അവരെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 163 പേരാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ആകെയുള്ളത്. യുവമോർച്ച മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്, ഇന്റലക്ച്വൽ സെൽ കൺവീനർ യുവരാജ് ഗോകുൽ, മുൻ സോഷ്യൽ മീഡിയ കൺവീനർ S ജയശങ്കർ, മീഡിയ കൺവീനർ M സുവർണപ്രസാദ് എന്നിവരെ പരിഗണിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയിൽ എന്ന സുപ്രധാന വിവരമാണ് ഇപ്പോൾ അലക്സ് റാമഹൂദ് ഇപ്പോൾ പങ്കുവെക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും. BJPയുടെ 163 അംഗ സംസ്ഥാന കമ്മിറ്റിയിലാണ് ഈ പറഞ്ഞ പേരുകാർ, പ്രമുഖരായ ഈ നേതാക്കളെ പരിഗണിക്കാത്തത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. യുവമോർച്ച മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്, ഇന്റലക്ച്വൽ സെൽ കൺവീനർ യുവരാജ് ഗോകുൽ, മുൻ സോഷ്യൽ മീഡിയ കൺവീനർ S ജയശങ്കർ, മീഡിയ കൺവീനർ M സുവർണപ്രസാദ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്ന സുപ്രധാന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ വി മുരളീധരൻ പക്ഷത്തിലെ പ്രമുഖ നേതാക്കളായ നാരായണൻ നമ്പൂതിരി, സി ശിവൻകുട്ടി, പി രഘുനാഥ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പേരുകൾ നേരത്തെ നാഷണൽ കൗൺസിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞു കേട്ടെങ്കിലും അതുണ്ടാവുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ അവരെ നിലനിർത്തുന്നു അല്ലെങ്കിൽ അവരെ ഒതുക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഈ ഇപ്പോഴത്തെ നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ കമ്മിറ്റി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം.
കേരള പത്രപ്രവർത്തക യൂണിയൻ വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ മിന്നും ജയത്തോടെ എറണാകുളം പ്രസ് ക്ലബ്ബ് ചാമ്പ്യന്മാരായി. കഴിഞ്ഞ തവണ ജേതാക്കളായ തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സിനെ 9 വിക്കറ്റിനാണ് എറണാകുളം തോൽപ്പിച്ചത്. തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സ് 8 ഓവറിൽ 85 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ എറണാകുളം പ്രസ് ക്ലബ്ബ് വിജയലക്ഷ്യം മറികടന്നു. അവസാന ഓവറിൽ KT അഭിലാഷും രഞ്ജു മത്തായിയും ചേർന്നാണ് എറണാകുളത്തിന് വിജയം സമ്മാനിച്ചത്. Single taken and that's a victory of Ernakulam Press Club. At the celebration there in the middle, they won the match in style and they are the champions. ടൂർണമെന്റിൽ 4 അർദ്ധ സെഞ്ചുറി നേടിയ KT അഭിലാഷാണ് മാൻ ഓഫ് ദ സീരീസും മികച്ച ബാറ്ററും. ഫൈനലിൽ എറണാകുളം ടീമിൽ ഉൾപ്പെട്ട 24 ന്യൂസിലെ രഞ്ജു മത്തായി പുറത്താകാതെ 32 റൺസ് നേടി. ചാനൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത്. എൻ്റെ ഫാമിലി എല്ലാവരും സഫർ ചെയ്തു. അതിന്റെ നേട്ടം കിട്ടി. എറണാകുളം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കരഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇത്തവണ ഞങ്ങൾ കപ്പെടുത്തിട്ടാണ് പോകുന്നത്. തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സിലെ VV അരുൺ 8 വിക്കറ്റ് നേടി മികച്ച ബൌളറായി. സമാപന പൊതുസമ്മേളനവും ട്രോഫികളുടെ വിതരണവും വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ പോലീസ് മേധാവി തപൂഷ് ബസുമതാരി, KUWJ സംസ്ഥാന ഭാരവാഹികളായ സുരേഷ് എടപ്പാൾ, KP റജി, ജില്ലാ ഭാരവാഹികളായ ജോമോൻ ജോസഫ്, KS മുസ്തഫ തുടങ്ങിയവർ നിർവഹിച്ചു. വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.